കേരളത്തിലെ അമ്മമാരുടെ, സ്ത്രീകളുടെ, സഹോദരിമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത, കേരളത്തിലെ വീട്ടമ്മമാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അത് മാത്രമല്ല, വൈദ്യുതി ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, ഇതെല്ലാം കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സാഹചര്യം. പിണറായി കാലം, തീവിലക്കാലം, കടക്ക് പുറത്ത് എന്ന് അമ്മമാരെ പ്രതികരിച്ച് ഞങ്ങൾ പറയുന്നു. വെളിച്ചെണ്ണ ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്ന വീട്ടമ്മമാരായി കേരളത്തിലെ വീട്ടമ്മമാർ മാറിയിരിക്കുകയാണ്. അത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. കേരളത്തിൽ എത്ര അധികം സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു. ആരോഗ്യരംഗത്ത് സ്ത്രീകൾ ഒരു ആശുപത്രിയിൽ പോയാൽ, ഒരു ഗർഭിണി പോയി കഴിഞ്ഞാൽ അമ്മ രക്ഷപ്പെടുമോ, കുട്ടി രക്ഷപ്പെടുമോ, ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമോ എന്ന ആദിയിലും വ്യാധിയിലുമാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ 10 വർഷക്കാലം ഇടത് ഭരണം നടത്തിയ 10 വർഷം എങ്ങനെയാണ് മലയാളി നമ്മുടെ കേരളത്തിൽ ജീവിച്ചത്? ഏറെ പൊറുതിമുട്ടിയ കാലമായിരുന്നു എന്നാണ് പ്രതിപക്ഷവും പൊതുസമൂഹവും വിലയിരുത്തുന്നത്. വെളിച്ചെണ്ണയ്ക്ക് 470 രൂപയും കടന്നു. സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉൾപ്പെടെ തീവിലയാണ്. പിണറായി കാലം സത്യത്തിൽ തീവിലക്കാലമായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംസ്ഥാന മഹിളാ കോൺഗ്രസ് ഒരു സമരം നടത്തുകയാണ്. ഉപവാസ സമരമാണ്. ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത് അഡ്വക്കേറ്റ് ജബി മേത്തറാണ്. അവർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ലക്ഷ്യം കേരളത്തിലെ അമ്മമാരുടെ, സ്ത്രീകളുടെ, സഹോദരിമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത, കേരളത്തിലെ വീട്ടമ്മമാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ഇവിടെ ഇത്രയും വിലക്കയറ്റം രൂക്ഷമായ ഒരു സാഹചര്യം ഓരോന്നിടത്ത് നോക്കിക്കഴിഞ്ഞാലും അവശ്യ സാധനങ്ങളുടെ, നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ യാതൊരു വിധത്തിലുള്ള മാർക്കറ്റ് ഇന്റർവെൻഷനും ഈ ഗവൺമെന്റ് യാതൊരുവിധ നടപടികളോ അതിലിടപെടാനോ ഒരു തീരുമാനമെടുക്കാനോ ഒന്നും ഈ ഗവൺമെന്റ് മുതിരുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, വൈദ്യുതി ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, ഇതെല്ലാം കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഈ ദുർഭരണത്തിനെതിരെ തന്നെയാണ് കേരളത്തിലെ വീട്ടമ്മമാരെ പ്രതികരിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ 24 മണിക്കൂർ ഉപവാസ സമരം. പിണറായി കാലം, തീവിലക്കാലം, കടക്ക് പുറത്ത് എന്ന് അമ്മമാരെ പ്രതികരിച്ച് ഞങ്ങൾ പറയുന്നത്. ഈ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ തീവിലയാണ്. ഇവിടെ ഒരു കമ്പാരിസൺ തന്നെ ഞങ്ങള് ഇവിടെ നടത്തിയിട്ടുണ്ട്. UDF കാലഘട്ടത്തിലെ വിലയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വിലയും ഒക്കെ. ഇത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ, ഇത് ഏറ്റവും കൂടുതൽ ഒരു ലോക്കറിൽ, സാധാരണ നമ്മളെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ ലോക്കറിൽ, അത് അങ്ങോട്ട് നോക്കൂ. അവിടെ വെളിച്ചെണ്ണയുടെ തീവില പിണറായി കാലത്ത് 480 രൂപയാണ്. 112 രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർ കേരളം ഭരിച്ചപ്പോൾ വെളിച്ചെണ്ണയുടെ വില. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും വെക്കുന്ന തരത്തിൽ ഇത് വെച്ചത് തന്നെ ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു സൂചനയാണ്, പ്രതിഷേധമാണ്. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ സിംബോളിക് ആയി കൂടി രേഖപ്പെടുത്തിയതാണ്. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഈ ലോക്കറിലേക്ക് ഇട്ട് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന്. അതാണ്, ആ അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു വില നമ്മൾക്കൊന്നും, നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയുടെയൊക്കെ ഏറ്റവും അപ്പുറത്തേക്ക് കടന്ന് വെളിച്ചെണ്ണ ഉപയോഗിക്കണമോ വേണ്ടയോ, അത് ഇപ്പൊ സ്വർണം വാങ്ങിക്കണമോ വേണ്ടയോ എന്നൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ, അമ്മമാരൊക്കെ ആലോചിക്കും. അത് അത്ര വില കൂടിയതാണുണ്ട്. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്ന വീട്ടമ്മമാരായി കേരളത്തിലെ വീട്ടമ്മമാർ മാറിയിരിക്കുകയാണ്. അത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. നമ്മൾ കേരളത്തിൽ വെളിച്ചെണ്ണയാണ് കാലാകാലങ്ങളായി, സെഞ്ചുറീസായി, വർഷങ്ങളായി വെളിച്ചെണ്ണയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പാചകത്തിന്റെ ഭാഗമായിട്ടുള്ള വെളിച്ചെണ്ണ. പക്ഷെ വെളിച്ചെണ്ണ നിർബന്ധമായിട്ടുള്ള പാചകത്തിൽ പോലും ഇപ്പോൾ
വീട്ടമ്മമാർ വെളിച്ചെണ്ണ തൊട്ടാൽ കൈകൊള്ളും എന്നുള്ള തരത്തിലുള്ളത് കൊണ്ട് അതിനു പോലും ഉള്ളൊരു മാനസിക സാഹചര്യം ഇല്ലാതെ നിൽക്കുകയാണ് അമ്മമാർ. കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെയൊക്കെ വില കുറയ്ക്കുമോ? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വില കുറയ്ക്കും. ഞങ്ങൾ ഈ സമരത്തിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു കമ്പാരിസൺ കൂടിയുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും ഓരോന്ന് പരിശോധിച്ച് കാണില്ല. വൈദ്യുതി യൂണിറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് കർണാടകയിൽ 0, തെലങ്കാനയിൽ 0. വനിതാ ബസ് യാത്ര കർണാടകയിൽ 0, തെലങ്കാനയിൽ 0, ഇവിടെ കേരളത്തിൽ 10 രൂപ. വനസ്പതി നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ 147, തെലങ്കാനയിൽ 124, കേരളത്തിൽ 163. വെള്ളം ലിറ്റർ നോക്കിക്കഴിഞ്ഞാൽ 5000 ലിറ്ററിന് നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ 35, തെലങ്കാനയിൽ 50, കേരളത്തിൽ 70. ആരോഗ്യ പരിപാലനത്തിന്റെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ 1933 രൂപയാണ്, തെലങ്കാനയിൽ 2449, കേരളത്തിൽ 7890. പരിപ്പിന്റെ എടുത്ത് അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരിപ്പിന്റെ എടുത്തു കഴിഞ്ഞാൽ കർണാടകയിൽ 125, തെലങ്കാനയിൽ 111, കേരളത്തിൽ 141. അപ്പോൾ കോൺഗ്രസ് പറയുക മാത്രമല്ല, കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾ അവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള തീരുമാനങ്ങൾ എടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അവിടെ വിലക്കുറവ് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാവുന്നത്. ഈ കറണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഈ 10 വർഷത്തിനിടയിൽ ഏറ്റവും കുറവ് പവർ കട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം ഇപ്പോൾ KSRTC ബസിന്റെ പുറകിലൊക്കെ നിരവധി പരസ്യങ്ങളുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്നപ്പോൾ മുതൽ എല്ലാ 3 മിനിറ്റ് നേരവും ഇവിടെ KSRTC ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പടവും പൊള്ളയായ വാഗ്ദാനങ്ങളും ഇതുവരെ ചെയ്തു കാണിച്ചു എന്നവതെ. കടലെടുക്കാത്ത ഉറപ്പ്, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടാണ്? ദുരിതം അനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇവിടെ മറ്റൊരു ബസ് പോകുന്നു, അവൾക്കൊപ്പം. ഇവിടെ കേരളത്തിൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പടവും ഫ്ലെക്സും KSRTCയുടെ മുമ്പിലും ബാക്കിലും സൈഡിലും 2 സൈഡിലും വെച്ചതുകൊണ്ട് അവൾക്കൊപ്പമാകുമോ? കേരളത്തിൽ എത്ര അധികം സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു. ആരോഗ്യരംഗത്ത് സ്ത്രീകൾ ഒരു ആശുപത്രിയിൽ പോയാൽ, ഒരു ഗർഭിണി പോയി കഴിഞ്ഞാൽ അമ്മ രക്ഷപ്പെടുമോ, കുട്ടി രക്ഷപ്പെടുമോ, ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമോ എന്ന ആദിയിലും വ്യാധിയിലുമാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ 5 വർഷം മുമ്പ് ശൈലജ ടീച്ചറുടെ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ നടത്തി ഒരു കത്രിക അകത്തു വെക്കുന്നു. വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ ആ കത്രികയെ കണ്ടെടുക്കുന്നു. എന്നിട്ട് ഇതിന്റെയൊക്കെ ഒരു ന്യായീകരണവും ഇതിന്റെയൊക്കെ ഒരു അരഗൻസ്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെയാണ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണങ്ങൾ പോലും എന്നുള്ളത് നമ്മളെ കൂടുതൽ ഓക്കെ ശരി പറ്റിപ്പോയി, അല്ലെങ്കിൽ ആ കുടുംബത്തോടൊരു സഹതാപം, ആ കുടുംബത്തോടൊരു സിമ്പതി, അങ്ങനെയല്ലാതെ മറിച്ച് ഞാനാണോ ഓപ്പറേഷൻ ചെയ്തത്, ഞാനാണോ ചികിത്സ തീരുമാനിച്ചത് എന്ന തരത്തിൽ ഇവിടുത്തെ ഓരോ മന്ത്രിമാരും ഭരണകർത്താക്കളും ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്തിനാണ് മുൻപൊക്കെ ഒരു ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ ആ കേന്ദ്രമന്ത്രി രാജിവെച്ചിരുന്നത്? ഇപ്പൊ അങ്ങനത്തെ ചരിത്രമില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്ഥിതി ഭരണകർത്താക്കൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, അരഗൻസിന്റെ പര്യായമായി മന്ത്രിമാർ മാറുന്നു. എന്നിട്ടോ മന്ത്രി വീണ ജോർജിന് സംരക്ഷണ കവചം ഒരുക്കാൻ മന്ത്രി ശിവൻകുട്ടി ചാടി വീഴുകയാണ്. ഇതൊന്നും അനുവദിക്കില്ല. സജി ചെറിയാൻ ചാടി വീഴുകയാണ്. ഇവിടത്തെ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള സംരക്ഷണവും കൊടുക്കാനോ അവരുടെ ആരോഗ്യരംഗ പരിപാലനത്തിനാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയതേ. റോഡെല്ലാം റെഡിയായി. കേരളത്തിലെ കാര്യമാണോ? ദേ പോകുന്നു പിന്നെയും ബസ്. അതിൽ റോഡല്ല, ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. PWD വകുപ്പ് മന്ത്രി റീൽസ് ഇടുന്നു. ആ റീൽസ് എടുത്ത് അതിനുശേഷം പിന്നെ കാണുന്ന വാർത്ത അത് ഇടിഞ്ഞു പൊളിഞ്ഞ വാർത്തയാണ്. എന്നാലും അതിന് റോഡെല്ലാം റെഡിയായി എന്ന ബസ് ഇതാ പിന്നെയും പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തെ വഞ്ചിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് വലിയ മറുപടി
കേരളത്തിലെ ജനങ്ങൾ നൽകും. അതിൽ ഏറ്റവും കൂടുതൽ മറുപടി നൽകാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീകളും വീട്ടമ്മമാരുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു സമരം ഇവിടെ നടക്കുന്നത്. രാപ്പകൽ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി സാധനങ്ങളുടെ എല്ലാം തന്നെ വില അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. മലയാളികൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്, നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് നമുക്ക് കാണുവാൻ സാധിച്ചു. മാവേലി സ്റ്റോറുകൾ പൂട്ടി പകരം ബാറുകൾ തുറന്ന പിണറായി കാലം. ഇത്തരത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒട്ടും തന്നെ നിത്യജീവിതം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ. ഇവിടെ വെളിച്ചെണ്ണയുടെ വിലയാണ് എങ്കിൽ വെളിച്ചെണ്ണയ്ക്കും തീവില. പിണറായി കാലം 480 രൂപ, UDFന്റെ കാലത്തത് 112 രൂപയായിരുന്നു. എന്നിങ്ങനെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ സമരമാണ് നിലവിലിപ്പോൾ, ഉപവാസ സമരമാണ് നിലവിലിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജബി മേത്തർ MP നേരത്തെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കത്രിക വീട്ടമ്മയുടെ വയറ്റിൽ കുടുങ്ങുന്നു. ഇതിനെ തുടർന്ന് വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ അത് തിരിച്ചെടുക്കുന്നു. ഈ കത്രിക എല്ലാം തന്നെ പുരാവസ്തുവിന് കൈമാറിയാൽ വളരെ നന്നായിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും വരും നാളുകളിൽ ഇനി ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും മറ്റ് എല്ലാ വസ്തുക്കൾക്കും, അവശ്യ വസ്തുക്കൾക്കും ഉൾപ്പെടെ ഏത് തരത്തിലുള്ള വിലയായിരിക്കും ഉണ്ടാവുക? ഇനിയും വർദ്ധിക്കുമോ? മലയാളികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇനി വരാൻ സാധ്യതയുള്ള UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എങ്കിലും മലയാളികൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുമോ? നല്ല ഭക്ഷണം ഉണ്ട്, അതുകൂടാതെ വിലക്കുറവോടുകൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ഉപവാസ സമരവും നടക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.